അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദിൻ്റെ ഉമ്മ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് സീനത്തിൻ്റെ ഉമ്മ ആകെ ടെൻഷനിലാണ്. പഠിച്ചോനെ, ഓള് എന്താന്നാവും അവിടെ നിൽക്കാത്തത്? ഓരോരുത്തർക്ക് നല്ലൊരു ബന്ധം കിട്ടാതെ എത്രയോ ഇടങ്ങാറാണ് ഈ കുട്ടീൻ്റെ ഒരു കാര്യം. എന്താ റബ്ബേ ഇങ്ങനെ കാട്ടുക? ഓളൊന്ന് വിളിച്ച് കാര്യം പറയട്ടെ. അങ്ങനെ അത് സീനത്തിൻ്റെ ഉമ്മ അവൾക്ക് വിളിക്കുന്നു. ഉമ്മയാണല്ലോ, എന്താ ഈ നേരത്ത്? ഹലോ മോളെ, അസ്സലാം വലൈക്കും. വാലൈക്കും അസ്സലാം. എന്താടി എനിക്ക് സലാം പറഞ്ഞിട്ട് മടക്കാൻ ഒരു മടി? പിന്നെ സലാം പറയത് സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണ് കേട്ടോ. അതിൻ്റെ മുമ്പ് എന്തൊരു മൂളക്കം? ഒന്നുമില്ലെങ്കിൽ എടി ഇതൊരു ഉസ്താദിൻ്റെ ഭാര്യയല്ലേ? എൻ്റെ റബ്ബേ, എനിക്കത് കേട്ടൂടെ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ? എന്തിനാ ഇപ്പം ഇത് പറയാൻ അങ്ങോട്ട് വിളിച്ചത്? പൊന്നു മോളെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉമ്മ പറഞ്ഞു തരാം. ഇങ്ങനത്തെ ഒരു ഭാഗ്യം നമുക്ക് ഇനി ദുനിയാവിൽ കിട്ടൂല. ദുനിയാവിൽ ഏറ്റവും നല്ലൊരു ഭാഗ്യം എന്ന് വെച്ചാൽ എൻ്റെ കുട്ടീനോട് ഞാൻ പറഞ്ഞു തരാം, ഒരു ഉസ്താദിൻ്റെ ഭാര്യ എന്നുള്ളതാണ്. ഉസ്താദ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും പല ആൾക്കും പുച്ഛായിരിക്കും. പക്ഷെ അതല്ല, ഓല പ്രവർത്തികളും ഓല പരിചരണമൊന്നും മറ്റൊരാൾക്കും ഇല്ല എന്നല്ല ഞാൻ പറയണത്, അധികം ആളുകൾക്കും കുറവായിരിക്കും. കാരണം ഓല് ഇൽമ പഠിച്ച ആൾക്കാരാണ്. ഭാര്യനെ എങ്ങനെ നോക്കണം, സംരക്ഷിക്കണം എന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൽക്കറിയാം. എന്നിട്ടാ ഓരോ ഉസ്താദ്മാരെ കഥ ഇങ്ങനെ കേൾക്കാം. മോളെ, എല്ലാവരും ഒന്നും പറയണില്ല, 95% അങ്ങനെ തന്നെയാണ്. അതിൽ ഒരു കുറവും എൻ്റെ കുട്ടി പറയാൻ പറ്റൂല. 95, ഒരു 5% ഉസ്താദ്മാർ വഴി പഴിച്ചൊക്കെ പോയിട്ടുണ്ടാവും. അതിപ്പോൾ സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ്. പക്ഷേ എന്നാലും എൻ്റെ കുട്ടീനോട് ഞാൻ പറഞ്ഞു തരാം, എനിക്ക് കിട്ടിയ ഉസ്താദ് നല്ലൊരു മോനാണ്, ഷെഫി ഉസ്താദ്. അതുകൊണ്ട് എൻ്റെ കുട്ടി ദയവായി ഓൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ജീവിക്കണം. ഉമ്മ പ്ലീസ്, ഇത് പറയാനാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യാണ്. ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും നിന്നോളാം. പക്ഷെ അദ്ദേഹത്തിനോട് എനിക്ക് വലിയ ഇതൊന്നുമില്ലമ്മ, എനിക്കത് താല്പര്യമില്ല. പിന്നെന്തിനാ അവിടെ നിൽക്കണത്? ഓല ചെലവിൽ അവിടെ നിന്നാൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. ഈ പറച്ചിലിങ്ങനെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാനപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിരിക്കണം, ഞാൻ ഇവിടെ നിൽക്കാം. പക്ഷെ മൂപ്പരെ ഭാര്യ എന്നുള്ള നിലക്കുള്ള സംഭവത്തിനൊന്നും ഞാൻ നിൽക്കൂല. ഞാൻ ഇവിടെ അങ്ങ് നിന്നോളാം. എടി ഇജ്ജ് ആൾക്കാരെ പറ്റിക്കാൻ നടക്കുക. ആ ഉസ്താദ് വഞ്ചിച്ചാലേ പഠിച്ച റബ്ബിൻ്റെക്ക് നിനക്കതിനുള്ളത് കിട്ടും. ഇജ്ജ് വെറുതെ അതിനെ നിൽക്കണ്ട. അവിടെ ചെന്നാൽ നിങ്ങൾ എന്തായാലും എനിക്ക് സ്വസ്ഥത തരില്ല, ഫോണ് തരില്ല. ഇവിടെ പിന്നെ എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി തുടങ്ങിയല്ലേ? മനസ്സിലായി തുടങ്ങിയല്ല, എനിക്ക് താല്പര്യമില്ല ഉസ്താദിന്. അതന്നെ ഞാൻ മൂപ്പരോട് പറഞ്ഞല്ലോ വേറെ ജോലിക്ക് പോയിക്കോളിന്നൊക്കെ. എന്തിനാ മോളെ ആ നല്ലൊരു ജോലി ഇല്ലാതാക്കണത്? അത്രക്കും ബർക്കത്തുള്ളൊരു ജോലി ദുനിയാവിൽ ഏതാടിയുള്ളത്? ഉമ്മാൻ്റെ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് പറയാനാണെങ്കിൽ നിങ്ങൾ ഫോൺ കട്ട് ചെയ്തോളി. വേറെ വല്ലതും പറയണ്ടി പറയും. പൊന്നു മോളെ, ഓരോരുത്തരും ഒരു ഉസ്താദിനും വേണ്ടി കൊതിക്കുന്നുണ്ട് അത്രേ. കാരണം എന്താ, എന്തൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ സമൂഹത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഓല ഭാര്യമാർക്ക് ഓല കൊടുക്കുന്ന പരിഗണനയും സ്നേഹമൊന്നും മറ്റൊരാൾക്കും കൊടുക്കാൻ കഴിയണില്ല. അത് മാത്രമല്ല, ഓല എങ്ങനെ രീതിയിൽ സംരക്ഷിക്കണം എന്നുള്ള കാര്യം അതും അറിയാം മോളെ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ആ 4 കാലിൽ വരുന്ന ആ സ്വഭാവത്തെ കുറിച്ചും പേടിക്കേണ്ട. ലഹരി മയക്കുമരുന്ന് ഒരു ഉപയോഗിക്കില്ല ഇപ്പോഴത്തെ കാലത്തൊക്കെ മോളെ. എന്തൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടോ അതും ഇതൊക്കെ ആയിട്ടൊക്കെ എത്ര ആളുകൾ എന്തൊക്കെ ആയിത്തീരുന്ന. പൊന്നു മോളെ ഒന്ന് ആലോചിച്ചോ. ഓല് പറഞ്ഞാൽ പഠിച്ചവനെ പേടിയുള്ള ആൾക്കാരാണ്. 5 വക്ത് ഓൽക്ക് നിസ്കാരം, നോമ്പ്, സുന്നത്ത് അതൊക്കെ എടുക്കണതാണ്. അപ്പോൾ ഓൽക്ക് അതിൻ്റെ ഇടയിൽ അനാവശ്യ പ്രവർത്തനങ്ങൾക്ക് നേരം കിട്ടൂല. കാരണം എന്താ, ഓല് പഠിച്ചത് അതല്ലേ. ഉമ്മ ദയവായി നിർത്തിത്തരുമോ? നിങ്ങൾ വിചാരം എന്തേ ഉസ്താദ്മാർ മാത്രം നല്ല ഉള്ളു വിചാരിച്ചിക്കുക? വേറെ എത്രയും നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. എന്താടി ഉസ്താദിനൊരു കുഴപ്പം? എന്ത് കുഴപ്പം? എൻ്റെ പുതിയാപ്പിളിനെ കാണാൻ രസമില്ലേ? നല്ല ഗ്ലാമറുള്ള നല്ല ചെക്കൻ. എല്ലാവരും പറഞ്ഞു ഫ്രീക്കൻ മൂല്യരാണ്. ഏത് ഫ്രീക്കനായാലും ഉസ്താദല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താടി എന്നെക്കാൾ എത്ര 10 മാറ്റി രസമുണ്ടോനെ? എന്നിട്ട് പോലും ഇങ്ങനെ ഇതാക്കുന്നത് ശരിയല്ല കേട്ടോ. എന്നിട്ടും അത് ഒരു ക്ഷമിച്ച് നിൽക്കുകയാണ്. ഏത് നിമിഷവും ഇതാ നിങ്ങളെ മോളെ കൊണ്ടുപോയിക്കുള്ളി എന്ന് വിളിക്കും. ഞാൻ ദോരക്കാണ് പഠിച്ചവനെ അവിടെ നിർത്തിയാൻ തോന്നിയാൽ മതിയായിരുന്നു. പൊന്നു മോളെ, ഇമ്മാൻ്റെ കുട്ടി ഒന്ന് മനസ്സിലാക്ക്. എന്തുമ്മതിനെ കുറിച്ച് പറയണേ, വിളിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? എൻ്റെ കുട്ടി ഓനോട് നല്ല രീതിയിൽ പെരുമാറ്. എന്തോരം നല്ലൊരു ഉസ്താദിനെ എനിക്ക് കിട്ടിയത്. ഓനക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത് ഓനൊന്ന് സന്തോഷിപ്പിച്ച് ഓൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഓനോട് മുഖം കറുപ്പിക്കാതെ എൻ്റെ കുട്ടിക്ക് നല്ല രീതിയിലൊന്ന് നിന്നൂടെ? ഉമ്മ എനിക്ക് താല്പര്യമില്ല.
മൂപ്പര് പൊയ്ക്കോട്ടെ, ഞാനിവിടെ അങ്ങോട്ട് വരണമെന്നില്ലല്ലോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, ഞാൻ ഇവിടെ നിന്നോളാം. പക്ഷേ മൂപ്പര് ഗൾഫ് പോയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എവിടേക്കും പോയിക്കോട്ടെ, ഇവിടെ ഉസ്താദിൻ്റെ ജോലി ആഴ്ചയിൽ വരവ് എനിക്കതിന് താല്പര്യമില്ല. പൊന്നു മോളെ, കണ്ണീര് തട്ടുട്ടാ. അങ്ങനത്തെ ഉസ്താദന്മാരെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല. ഓലൊക്കെ ഇൽമ പഠിച്ച ആൾക്കാരാണ്, അറിവ് നേടിയ ആൾക്കാരാണ്. ഓലൊരു കണ്ണീര് മതി എൻ്റെ ജീവിതം ആകെ കൊളാവാൻ. ഉമ്മാൻ്റെ പൊന്ന് മോള് ദയവായി അതിനൊന്ന് നിൽക്കല്ലേ. എന്താ അമ്മ നിങ്ങളോട് പറഞ്ഞാൽ എന്താ? എനിക്കെന്താ ഓനോട് എന്താ ഇഷ്ടക്കേട്? എന്താണ് പറയ്, എന്തുകൊണ്ടാണ്? ജോലിൻ്റെ കാര്യത്തിലാണോ? ഇത്രയും നല്ലൊരു ജോലി ഉണ്ടായിട്ട് കളയാ. അത് കഴിഞ്ഞാൽ പിന്നെ പോയി ബർക്കത്ത് ഉണ്ടാവില്ല കേട്ടോ. എത്രയൊക്കെ തന്നെ ലക്ഷങ്ങൾ പൈസ കിട്ടുകയാണെങ്കിലും ആ ഒരു 5000 ആയാലും 6000 റുപ്യേൻ്റെ ആ ഒരു ബർക്കത്ത് അത് എത്ര ലക്ഷക്കണക്കിന് രൂപ ആയാലും കിട്ടൂല. പറഞ്ഞില്ലാന്ന് വേണ്ട. ഉസ്താദന്മാരെന്ന് വെച്ചാൽ എല്ലാവരും കിട്ടാൻ കൊതിക്കണാണ്. പലർക്കും അത് മിസ്സിങ് ആണ്. കാരണം അത്രക്കും നല്ല എന്ന് വെച്ചാൽ ഒരു പഠിച്ചവരാണ്, നല്ല അറിവുള്ളവരായതുകൊണ്ട് ഭാര്യനോട് എങ്ങനെ പെരുമാറണം, അവളെ വിഷമിപ്പിക്കാൻ പാടില്ല, അവളെ എങ്ങനെ സംരക്ഷിക്കണം, അങ്ങനത്തെ എല്ലാതും ഓൽക്കറിയാം. ഓല് അതിനനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ. നമ്മൾ നാടന്മാരായാലും ഇത് കണ്ടിക്കണില്ലേ, ഈ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലത്തെ ഹസ്ബൻഡിനോട് തന്നെ ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. ചോദിച്ചു നോക്കണ്ട, എൻ്റെ ഉമ്മ ആയാലും ഇജ്ജായാലും എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ കൂടെ ഹെൽപ്പ് ചെയ്യുമല്ലേ. കാരണം എന്താ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ സഹായിച്ചിരുന്നു. അതൊക്കെ തന്നെ. പിന്നെ പോരാത്തതിന് സാധാരണക്കാരാണെങ്കിൽ എന്താ, ഓലോടെ ഫോണും കണ്ടോടെ പോയിരിക്കും. ഇനിയിപ്പോൾ നോമ്പിനായാലും എന്തൊക്കെ തന്നെയായാലും ഓല് ഭക്ഷണത്തിന് നേരെ മുമ്പിൽ ടേബിളിന് മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. അതേ ഉണ്ടാവുള്ളൂ. ഇവരാണെങ്കിലോ ഭക്ഷണം ഉണ്ടാക്കാനും ക്ലീനിങ്ങിനും എല്ലാം ഹെൽപ്പ് ചെയ്ത് ഒക്കെ ടേബിൾ മേൽ കൊണ്ടുപോയിച്ച് അത്രക്കും അങ്ങനെയാണ് ഓല്. അപ്പോൾ ആ ഒരു ഭാഗ്യം തട്ടി തെറിപ്പിച്ച് കളയണ്ട മോളെ. ഈ വേണ്ടാത്തിന് നിൽക്കല്ലേ, എങ്ങനെയെങ്കിലും ഉസ്താദിൻ്റെ കൂടെ പിടിച്ച് നിൽക്ക്. അവളൊന്നും മിണ്ടിയില്ല. എന്താ മോളെ, എനിക്ക് ഞാൻ എന്നോട് ഉപദേശിച്ച എനിക്ക് ദേഷ്യം അയക്കണമെങ്കിൽ സങ്കടം അയക്കണമെങ്കിൽ ഞാൻ എന്നോടൊന്നും പറയണില്ല. എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചോ കാട്ടിക്കോ. എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതം എനിക്ക് തിരഞ്ഞെടുത്തും ചെയ്തോ. പഠിച്ചോനെ, വല്ലാത്തൊരു പുതുമായിപ്പോയത്. ഉമ്മ ആകെ സങ്കടപ്പെടുകയാണ്. എന്നാൽ ഞാൻ ഫോൺ വെക്കണം, എന്നെ ഞാൻ ബുദ്ധിമുട്ടാക്കണമെന്നില്ല. പിന്നെ ഉസ്താദ് മോലിയരെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാൻ നിൽക്കണ്ടട്ടാ, എനിക്ക് താല്പര്യമില്ല. നിങ്ങളെല്ലാവരും കൂടി എന്നെ പിടിച്ച് കെട്ടിച്ചല്ലേ ഞാൻ പറഞ്ഞു നിങ്ങളോട്. പൊന്നും മോളെ, എങ്ങനെയെങ്കിലും ഇത് മറന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ്, എനിക്ക് നല്ല ജീവിതം കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ദയവായി എൻ്റെ കുട്ടി പ്ലീസ്. ഉമ്മയുടെ ഉപദേശമൊന്നും അവൾ ചെവി കൊണ്ടില്ല. അവൾക്ക് ഉസ്താദിൻ്റെ വീട്ടിൽ നിൽക്കണം. പക്ഷേ ഉസ്താദിനോട് നല്ല രീതിയിൽ സാഹസിക്കാൻ അവൾക്ക് ആവുന്നില്ല. ഇതെല്ലാം ഉസ്താദിന് മനസ്സിലാകുന്നുണ്ട്. അവൾ പോകണമെന്നൊന്നും പറയണില്ല. പക്ഷേ എന്നോട് തീരെ ഒരു ഇഷ്ടമല്ല, ദേഷ്യം. ഞാനൊന്ന് അടുക്കുമ്പോൾ അവൾ വിട്ടൊഴിഞ്ഞ് മാറുന്നു. എന്നെ തൊടുന്ന എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ എൻ്റെ പിന്നാലെ അങ്ങനെ വരുന്നത്? സീനത്തെ, പിന്നെ നീ എന്താ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നടക്കണം? പിന്നെന്താ? ആര് പറഞ്ഞു? ഞാൻ നടന്നിട്ടൊന്നുമില്ലല്ലോ ഭാര്യ എന്ന് പറഞ്ഞിട്ട്. ആ മഹർ ഞാൻ എന്തിനാ നിനക്ക് തന്നത്? നീ എനിക്ക് ഹലാലായിട്ടാണ്. പക്ഷെ നീ എന്താ ഇങ്ങനെ? മഹർ വേണേ ഞാനുണ്ട് ഊരി തരാം. മഹറുമലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഉണ്ട്, എൻ്റെ ഇണയാക്കി എനിക്ക് ഹലാലാക്കി പൊരുത്തപ്പെട്ട് തന്നതിന് പകരമായിട്ടാണ് ഞാൻ നിനക്ക് ആ മഹർ നൽകിയത്. അതിലൊക്കെ വലിയ വിലയുണ്ട്. അതിൻ്റെ വിലയും പറഞ്ഞ് നിൽക്കുകയാണ്. ആ വിലയല്ല മോളെ, നീ ഒന്ന് മനസ്സിലാക്കണം. ഉസ്താദ് അത്രക്കും താന്നു പോന്നാണ് അവളുടെ മുമ്പിൽ പറയുന്നത്. കാരണം ഷെഫി ഉസ്താദിൻ്റെ ഉസ്താദ് പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ഒന്നുകൂടെ മോനെ നീ ശ്രമിച്ചു നോക്ക് നല്ല രീതിയിൽ. അവൾ പെണ്ണാണ്, കുറച്ച് കഴിയുമ്പോൾ മനസ്സൊക്കെ മാറിക്കോളും. ഒന്നും കൂടി നമ്മൾ ക്ഷമിച്ച് നോക്കുക. ക്ഷമിക്കുന്നവർക്ക് വിജയമുണ്ടെന്നല്ലേ. അപ്പോൾ മോന് കുറച്ചും കൂടി ക്ഷമിച്ച് ഓളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഓളോട് ഒന്നുകൂടി നല്ല രീതിയിൽ വർത്തിക്കുക, ഓളോട് നല്ല രീതിയിൽ പെരുമാറുക. ഉസ്താദിൻ്റെ ആ വാക്കുകൾ കൊണ്ട് തന്നെ അതാ സീനത്തിനെ വീണ്ടും വിളിക്കുന്നു. മോളെ സീനോ, ഒന്ന് കീഴടുക്കലേക്ക് വന്നേ. അവൾ ദേഷ്യത്തോട്, എന്തിനാ? ഒന്ന് വന്നേ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. എന്നോടൊരു കാര്യം ചോദിക്കണ്ട, എനിക്കൊന്നും നിങ്ങളോട് പറയാനുമില്ല. മോളെ സീനത്തെ, നീ എന്തേ ഇങ്ങനെ? എന്നെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് തുറന്നു പറയണം. ഇപ്പോൾ തന്നെ തുറന്നു പറയണം. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. നീ തുറന്നു പറവണ്ണേ. അത് കേട്ടപ്പോൾ സീനത്ത് ഒന്നും മിണ്ടിയില്ല. എന്താ, അപ്പം എന്നെ ഇഷ്ടമാണോ? പറവണ്ണേ, നിനക്ക് വേണ്ടി ഞാൻ ഇത്ര കാത്തിരുന്നു, ഇത്ര ദിവസം.
ഇതുവരെ നീ അത് എന്നോട് തുറന്നു പറഞ്ഞില്ല. ഞാൻ എന്തിനു ചെയ്യുക? നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. അല്ലാതെ എന്താ ഞാനും നീയും ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് എന്തർത്ഥമുള്ളത്? പറയണം, എന്നോട് നീ എല്ലാം തുറന്നു പറയണം. എന്താ നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? ഞാൻ നിൻ്റെ ആരാ നിനക്കറിയില്ലേ? ഞാൻ നിന്നെ നിക്കാഹ് കഴിച്ച ഭർത്താവാണ്. ഒരിക്കലും ഒരു പെണ്ണിനോട് ശബ്ദമുയർത്തി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്കറിയണം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ. നീ എന്താ എന്നോട് ഇങ്ങനെ? ഞാൻ എങ്ങനെയാണ് നിനക്ക് എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? പറ, എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരും. പക്ഷെ നീ എന്നോട് സഹകരിക്കണം. നീ എൻ്റെ ഭാര്യയാണ്. ഇനിയും നിന്നെ വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നിട്ട് എന്ത് കാര്യമാണ്? നിനക്ക് എന്തോ എന്നോട് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ? ഇഷ്ടമല്ലേ? തുറന്ന് പറയണം. എനിക്കത് പറഞ്ഞ് ഈ ബന്ധം അങ്ങ് ഒഴിവാക്കാം. ഉസ്താദ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സീനത്ത് ഒന്നും മിണ്ടിയില്ല. സീനത്തെ പറയണം. എന്താ? എൻ്റെ മുഖത്ത് നോക്ക്. എൻ്റെ മുഖത്ത് നോക്കി പറയണം നീ. എന്താ? എന്നെ നിനക്കിഷ്ടല്ലേ? പറവണ്ണേ, എൻ്റെ മുഖത്ത് നോക്കാത്തെന്താ നീ? സീനത്ത് ഉസ്താദിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയില്ല. അവൾ താഴേക്ക് തന്നെ തല താഴ്ത്തി നിന്നു. ഉസ്താദ് അവളുടെ അടുക്കലേക്കെത്തി. സീനത്തെ, നിൻ്റെ അനുവാദമില്ലാതെ നിൻ്റെ ശരീരത്തിൽ ഞാൻ സ്പർശിക്കുന്നില്ല. കാരണം അത് എനിക്ക് നീ ഹലാലാക്കപ്പെട്ടതായിട്ട് പോലും നിൻ്റെ അനുവാദം ചോദിക്കൽ എനിക്ക് സമ്മതമാണ്. എനിക്ക് സമ്മതം ചോദിക്കണം. നിൻ്റെ ഇഷ്ടമല്ലാതെ ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ മുഖത്തൊന്ന് നോക്ക് നീ. മുഖത്ത് നോക്കി പറ, നിങ്ങളെനിക്ക് ഇഷ്ടമല്ല എന്ന് നീ തുറന്ന് പറയണം. സീനത്തെ തല താഴ്ത്തി തന്നെ നിന്നു. എന്താ? ഒന്നും പറയാനില്ലേ? എൻ്റെ മുഖത്ത് നോക്കാൻ പോലും നിനക്ക് ഇഷ്ടമല്ലേ? എനിക്ക് പറ, എന്തുണ്ടെങ്കിലും പറ. എന്താ? ഞാനല്ലാതെ മറ്റു ഏതെങ്കിലും ബന്ധം നിനക്കുണ്ടോ? സത്യം പറയണം. അവൾ പതുക്കെ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി. ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവളുടെ ആ കണ്ണുകൾ ഉസ്താദിൻ്റെ കണ്ണുമായി ഇടഞ്ഞു. പറ സീനത്തെ, എത്ര ദിവസമായി നിനക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നു. നീ എൻ്റെ ഭാര്യയാണല്ലോ. ഞാൻ നിൻ്റെ ഭർത്താവാണ്. നീ എനിക്ക് ഹലാലാണ്. പക്ഷേ ഞാൻ വരുന്നത് തന്നെ നിനക്ക് ഇഷ്ടമല്ല അല്ലേ? നിൻ്റെ മുഖഭാവം കണ്ടാൽ അറിയാം. എന്താണ് നിൻ്റെ ഉദ്ദേശം? പറ. എന്താ? എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ ഇപ്പം പറയണം. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെന്താ ഞാൻ അടുത്തേക്ക് വരുമ്പോഴേക്കും നീ ഒഴിഞ്ഞു മാറുന്നത്? അത് എനിക്ക് പേടിയാണ്. നിങ്ങളെ പേടിയോ? എന്താ നീ പറയുന്നത്? ഇത്രയ്ക്കും സോഫ്റ്റായിട്ട് നിന്നോട് പെരുമാറുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? എനിക്ക് എന്താ അറിയില്ല. മെയിനായിട്ടുള്ള വിഷയം, എല്ലാവരും എന്നെ കളിയാക്കും. എന്തിന് കളിയാക്കുന്നു? നിങ്ങളെ ജോലി എന്ന് വെച്ചാൽ അത് ആൾക്കാരിടയിൽ പറയാൻ എനിക്ക് മടിയാണ്. അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു. സീനത്തെ, നീ പറയുന്നത് പടച്ചവനും വിചാരിച്ചിട്ടാണോ? അള്ളാഹു ഒരാളുണ്ടെന്നുള്ള കാര്യം നിനക്കറിയോ? നീ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്? എന്താ ഞാൻ തെറ്റായ ജോലിയാണോ ഞാൻ ചെയ്യുന്നത്? അതല്ല, ഉസ്താദുമാരെന്ന് പറയുമ്പോൾ അതൊരു പഴഞ്ചന്മാരല്ലേ. പിന്നെ അതുമല്ല, എനിക്കിഷ്ടപ്പെട്ട മോഡേൺ ഡ്രസ്സിലൊന്നും എനിക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടമൊക്കെ ഉണ്ട്. നടന്നോ, നിൻ്റെ ഇഷ്ടം പോലെ നടന്നോ. പക്ഷെ ഉപദേശിക്കൽ അതെനിക്ക് ബാധകമാണ്. നീ എൻ്റെ ഭാര്യയാണ്. ഒരിക്കലും നീ നരകത്തിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ നിനക്ക് ലഭിക്കാൻ പാടില്ല. എപ്പോഴും നിന്നെ സംരക്ഷിക്കണം എന്നുള്ള ബാധ്യത മാത്രമേ എനിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ നിന്നോട് പറയും. പറഞ്ഞേ തീരൂ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലും കുറ്റക്കാരനാവും. അതെൻ്റെ ഭാര്യയായാലും ഉമ്മയായാലും മക്കളായാലും അങ്ങനെ തന്നെ. അവരെ നല്ല രീതിയിൽ നടത്തേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അതെനിക്ക് പറഞ്ഞേ തീരൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് നല്ല രീതിയിൽ വസ്ത്രധാരണത്തിന് വേണ്ടി പറയുന്നത്. എന്താ? പിന്നെന്താ നിൻ്റെത്? നിങ്ങൾ ഗൾഫിലേക്ക് പോകണം. അവിടെ പോയിട്ട് നല്ല രീതിയിൽ നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് നല്ലൊരാളായി തിരിച്ചു വരണം. എനിക്ക് ആളുകളുടെ മുമ്പിൽ തല ഉയർത്തി നടക്കണം. ഉസ്താദ് ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? പണമോ? ഒരിക്കലും ഒരു മനുഷ്യൻ്റെ സ്നേഹം നീ കൊതിക്കുന്നില്ലേ? എനിക്കാണെങ്കിൽ എൻ്റെ സ്നേഹം ഒരാൾക്ക് കൊടുക്കണം. എൻ്റെ മനസ്സതിന് വെമ്പുകയാണ്. പക്ഷെ നീ അതിന് സമ്മതിക്കുന്നില്ല. പറഞ്ഞോ. എന്താ? ഞാൻ പോകണം. നിനക്ക് പണമാണ് ലക്ഷ്യമെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുതരാം.
അതല്ല, എന്നെയാണ് നിനക്ക് വേണം, എൻ്റെ സ്നേഹമാണ് നിനക്ക് വേണ്ടതെങ്കിൽ അതും പറയാം. എന്താ, നിനക്ക് പണമാണല്ലേ? ആയിക്കോട്ടെ, ഞാനത് നിനക്ക് എത്രയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് തരാം. അങ്ങനെയെങ്കിലും നിൻ്റെ മനസ്സ് എനിക്ക് വേണം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ സ്നേഹം പങ്കുവെക്കാൻ എനിക്കൊരാളില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇങ്ങനെ ഇപ്പോഴും സ്നേഹിച്ച് നടക്കുന്നത്. പക്ഷേ ഒരു തരി സ്നേഹം നീ എനിക്ക് തിരിച്ചു തരുന്നില്ല. നിനക്ക് പണമാണ് ലക്ഷ്യമെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കി തരും. ഉസ്താദ് വിതുമ്പിക്കരഞ്ഞു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.